അവർ രണ്ടുപേരും അന്നങ്ങനെ വേറെ വേറെ കെട്ടിയതിൻ്റെ കാരണം അന്നെനിക്ക് അന്വേഷിക്കാൻ കഴിഞ്ഞില്ല. കാരണം ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ ഞാൻ സ്ഥലത്തില്ലായിരുന്നു. പിന്നീട് രണ്ടുപേരെയും രണ്ട് സന്ദർഭങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ആ കുട്ടിയോട് ചോദിക്കാൻ പറ്റില്ലല്ലോ, ഇയാളോട് ചോദിക്കണോ വേണ്ടയോ എന്നുള്ള ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായി. അവസാനം അത് വേണ്ടാന്ന് വെച്ചു. എന്തെങ്കിലും കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ എന്തെങ്കിലും അവർക്കിടയിലുണ്ടോ എന്ന് അറിയാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് വെച്ചു. പിന്നീടാണ് വിശ്വവിഖ്യാതനായ കഥാകൃത്ത് ഒ ഹെൻറിയുടെ ഒരു വാചകം ഞാൻ വായിക്കാനിടയാവുന്നത്. അതിങ്ങനെയാണ്: ദോസ് ഹൂം വി ഫസ്റ്റ് ലവ് വി സെൽഡം മാരി. ആദ്യമായി പ്രണയിക്കുന്ന ആളുകളെ ആരും കല്യാണം കഴിക്കാറില്ല അത്രേ. എന്തായാലും ഈ വാചകത്തിനേക്കാൾ എനിക്കിഷ്ടപ്പെട്ടത് മറ്റൊരാൾ എഴുതിയത്. അത് ആരാണ് എഴുതിയതെന്ന് എനിക്കറിയില്ല. ലവ് ഈസ് വെൻ ടു പീപ്പിൾ കെയർ ഫോർ ഈച്ച് അതർ ഗെറ്റ് കൺഫ്യൂസ്ഡ്. അതെ, പ്രണയിക്കുന്നവരാകെ കൺഫ്യൂഷനിലാണ്. എന്തിനു വേണ്ടിയാണ് പ്രണയം? ഒന്നിച്ച് ജീവിക്കാൻ വേണ്ടിയാണോ പ്രണയിക്കുന്നത്? അല്ല, പ്രണയിക്കാൻ വേണ്ടി മാത്രമായിട്ടാണോ പ്രണയിക്കുന്നത്? അതുമല്ല, നമ്മുടെ സിനിമകളിലൊക്കെ കാണുന്നത് പോലെ രണ്ടുപേർക്ക് പ്രണയം വരുമ്പോൾ നേരെ കുന്നും പുറത്ത് പോയി പാട്ടും പാടി എക്സസൈസ് ചെയ്യുന്നതിന് വേണ്ടിയാണോ പ്രണയം? ഈ പ്രണയം എവിടുന്ന് വന്നു? ലോകം ആരംഭിച്ചപ്പോൾ തൊട്ട് തന്നെ പ്രണയം ഉണ്ടായിരുന്നു. ഈ പ്രണയ സാഫല്യത്തിന് വേണ്ടി ചെങ്കോലും കിരീടവും ബാങ്ക് ബാലൻസും എല്ലാം ത്യജിച്ചവരുണ്ട്. പണ്ടൊക്കെ പ്രണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്യാഗമായിരുന്നു, ത്യജിക്കലായിരുന്നു. ഇപ്പോൾ എൻ്റെ നാട്ടിൽ എൻ്റെ ഒരു സുഹൃത്ത് ചെറുപ്പത്തിൽ അവൻ ഈ പറഞ്ഞതുപോലെ ഒരു പെൺകുട്ടിയോട് അങ്ങേയറ്റ അഭിനിവേശം, സ്നേഹം, ഇഷ്ടം എന്ന് വെച്ചാൽ ആകെ കൂടി പ്രണയം തോന്നുകയാണ്. പക്ഷേ അവൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കോൺഫിഡൻസ് ഇല്ല. ആ പെൺകുട്ടിയുടെ മുമ്പ് ചെന്ന് സംസാരിക്കാനോ അവളോട് എന്തെങ്കിലും അവൾക്ക് എന്തെങ്കിലും ഒരു കത്ത് കൊടുക്കാനോ അല്ലെങ്കിൽ അതുപോലെയുള്ള പ്രണയത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന സംഭവം ചെയ്യാനായിട്ട് യാതൊരു കോൺഫിഡൻസും ഇല്ല. പക്ഷേ രാത്രി കാലങ്ങളിൽ ഇരുന്നിട്ടിങ്ങനെ അവൾക്ക് കൊടുക്കാൻ കഴിയാത്ത 100 പ്രേമലേഖനങ്ങൾ ഇങ്ങനെ ഭാവനയിൽ അവൾക്ക് കൊടുക്കുന്നതായിട്ട് ഇങ്ങനെ അവൾ വായിക്കുന്നതായിട്ട് കണ്ടുകൊണ്ട് ഇങ്ങനെ എഴുതിക്കൊണ്ടേയിരിക്കും. അവനെ ഞങ്ങൾ, ഇപ്പോൾ അവൻ്റെ പേര് അശോകൻ എന്നാണെങ്കിൽ അവനെ ഞങ്ങൾ മക്ക അശോകൻ എന്നാണ് വിളിച്ചിരുന്നത്. മക്ക അശോകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറവിൽ കാമുകൻ അശോകൻ എന്നാണ്. എന്നുവെച്ചാൽ എപ്പോഴിങ്ങനെ ഒളിഞ്ഞു നിൽക്കുന്ന കാമുകൻ. ഞങ്ങളുടെയൊക്കെ ഒരുപാട് പരിഹാസവും പിന്നെ കുറേശ്ശെയുള്ള പ്രോത്സാഹനവും ഒരു വെല്ലുവിളിയായിട്ട് ഒക്കെ സ്വീകരിച്ചുകൊണ്ട് ഒരു ദിവസം ഈ മക്ക അശോകൻ ഈ പെൺകുട്ടിയുടെ മുമ്പിൽ ചെന്നു നിന്നു. എന്നിട്ട് അവളോട് പറഞ്ഞു, ഞാൻ ഒരു സാധനം തന്നാൽ വാങ്ങുമോ? അപ്പോൾ അവൾ ചോദിച്ചു, എന്ത് സാധനമാണ്? അത് ഒരു കത്താണ്. അങ്ങനെ വിക്കി പറഞ്ഞിട്ട്. അപ്പോൾ അവൾ പറഞ്ഞു, ആണോ, കത്താണോ? എന്നാൽ വേഗം തന്നേക്കും അശോകേട്ടാ. പക്ഷേ മക്ക അശോകൻ ആ കത്ത് അവൾക്ക് കൊടുത്തില്ല. പിന്നീട് ഞങ്ങൾ ഈ കാര്യം ഞങ്ങളോട് പറഞ്ഞപ്പോൾ ഞങ്ങൾ ചോദിച്ചു, എന്താടാ കിഴങ്ങ, അവൾ കത്തിങ്ങോട്ട് തരുമെന്ന് പറഞ്ഞിട്ട് നീ കൊടുക്കാതിരുന്നത്? അത് മറ്റൊന്നുമല്ല, ഒരു ത്യാഗമില്ല. എന്ത്? ഞാൻ ഇത്രയും കാലം ഇങ്ങനെ മനസ്സിൽ വീർപ്പുമുട്ടി ഈ കത്ത് കൊടുക്കാൻ ചെന്നപ്പോൾ അവൾ ഉടനെ ഇങ്ങോട്ട് തരൂ എന്ന് പറയുന്നതിന് പകരം എന്ത് കത്തോ എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ടിരുന്നെങ്കിൽ അവളോട് ഞാൻ കെഞ്ചുമായിരുന്നു. അവളോട് ചിലപ്പോൾ അവളുടെ കാല് ഞാൻ പിടിക്കുമായിരുന്നു. അങ്ങനെ ഒരുപാട് ശേഷം അവൾക്ക് ആ കത്ത് കൊടുക്കാൻ കഴിഞ്ഞ അതിൻ്റെ കണ്ടെത്തലുകൾ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് അതാണ് ഞാൻ പറഞ്ഞത് കഥസങ്കല്പമാവാമെന്ന്. എന്നുവെച്ചാൽ ഈ ഷേക്സ്പിയർ ഇൻ ലവ് എന്ന് പറയുന്ന സിനിമയുടെ സംഗതി എന്താണെന്ന് വെച്ചാൽ, യഥാർത്ഥ ഷേക്സ്പിയർ ദരിദ്രനും നടനും നാടകകൃത്തും നാടക സംവിധായകനും ഒക്കെയായ മജ്ജയും മാംസവുമുള്ള ഷേക്സ്പിയർ അദ്ദേഹത്തിൻ്റെ ഏതോ ഒരു നാടകത്തിൽ അഭിനയിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് ആൺവേഷം കെട്ടിവരികയാണ്. എന്നുവെച്ചാൽ അവളൊരു പ്രഭുകുമാരിയാണ്. അങ്ങനെ അതുകൊണ്ടാണ് ആൺവേഷം കെട്ടി വരുന്നത്. അങ്ങനെ ഒരു പ്രത്യേക ഘട്ടത്തിൽ അവൾ പെൺകുട്ടിയാണെന്ന് ഇദ്ദേഹം തിരിച്ചറിയുന്നതും അവർ തമ്മിൽ ഒരു ഇൻ്റലക്ച്വലായിട്ടുള്ള എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഗാഢമായ എന്ന് വേണമെങ്കിൽ പറയാം, ഒരു പ്രണയമുണ്ടാകുന്നതും
അവളോടുള്ള അഭിനിവേശവും പ്രണയവും അദ്ദേഹം അപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്ന റോമിയോ ജൂലിയറ്റ് എന്ന് പറയുന്ന കഥയെ ഉത്തേജിപ്പിക്കുന്നതും ആ രചനയെ പ്രചോദനം കൊള്ളിക്കുന്നതും ഇവർ തന്നെ സന്ദർഭവശാൽ ഷേക്സ്പിയർ ഈ പെൺകുട്ടിയും തന്നെ ആ നാടകത്തിൽ നായികന്മാരായി അഭിനയിക്കേണ്ടി വരുന്നതും ഒക്കെ ചേർന്ന് കൂട്ടിക്കുഴച്ചിട്ടുള്ള ആ കഥ എന്ന് പറയുന്നത് ജീവിതവും നാടകവും പ്രണയവും എങ്ങനെ ഒരു എന്നുവെച്ചാൽ നെയ്തെടുക്കുക എന്ന് പറയില്ലേ, അങ്ങനെയുള്ള ഒരു അനുഭവം ആ സിനിമ തരുന്നു എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതിലെ ഈ കഥാപാത്രങ്ങൾ കുന്നും പുറത്തു പോയി പാട്ടുപാടി എക്സസൈസ് ചെയ്യുന്നില്ല.